പിള്ളേരെ അടിച്ചു കളയരുത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ കിടന്നാൽ മതി വീഡിയോയിലേക്ക്. ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ വില്ലൻ ആരാണെന്ന് ഒരു കാരണവശാലും കമൻറ്റ് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, ഇതിലുള്ള സസ്പെൻസ് ഒന്നും കമൻ്റായിട്ട് പറഞ്ഞ് എല്ലാവരെയും അത് അറിയിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ തോന്നണമെങ്കിൽ ആ ടൈമിൽ ആ സീൻ ഇഷ്ടമായി അല്ലെങ്കിൽ ആ സീൻ പൊളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് ആ സീൻ ഇന്നാളുടെ പേരും വെച്ച് പറയാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അല്ലയോ ദുർഗാദേവി, നമ്മുടെ പ്രിയപ്പെട്ടവളെ, നാം ഇതാ വന്നെത്തിയിരിക്കുന്നു. എടാ, മനു ആണോ നാഗരാജാവ്? എനിക്ക് തോന്നുന്നു. തോന്നലല്ല, മനു തന്നെയാണ് നാഗരാജാവ്. നാഗരാജാവ് മനുവും നാഗരാണി ദുർഗയുമാണെങ്കിൽ കാളി ആരാ? ഞാൻ തന്നെ. അയ്യോ, ഓ നോ. തിങ്ങിക്കൂടി നിൽക്കാതെ എല്ലാവരും മാറി നിൽക്കൂ. നാഗങ്ങൾ വരുന്നു, അവർക്കെല്ലാം വഴി വിട്ടു കൊടുക്ക്. പിള്ളേരെ, അങ്ങോട്ട് മാറി നിൽക്ക്. ഏട്ടാ, ജനനി, എന്തു പറ്റി? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ മകൻ ഈശ്വര, അവനായിരുന്നോ നാഗരാജാവ്? എനിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ജനനി. എല്ലാം കാലത്തിന്റെ കളികളായിരുന്നു. അതാ ഇങ്ങനെ സംഭവിച്ചത്. അമ്മ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നീ ഓർക്കുന്നുണ്ടോ, നമ്മുടെ ജനനി മനുവിന് ജന്മം കൊടുത്ത ദിവസം പ്രകൃതി കലഹിച്ചത്? പേമാരിയും വെടിവെട്ടും പതിവില്ലാത്ത നാഗത്തിന്റെ വരവും പോക്കും. മാത്രമല്ല, ആ പ്രസവവേദന 3 മണിക്കൂർ നീണ്ടു നിന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും നമുക്ക് സാധിച്ചില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ജന്മമെടുത്തത് 1000 നാളിലും. ജന്മമുദ്ര എന്ന നിലയിൽ അവന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് വന്ന കറുത്ത മാർക്ക് എല്ലാം തെളിവുകളായിരുന്നു. നാഗരാജാവിന്റെ പുനർജന്മം സാഫല്യമായി എന്നതിന്റെ തെളിവ്. എങ്കിൽ അപ്പോൾ ദുർഗയുടേത് 2ാം ജന്മമല്ല. അവൾ കാത്തിരിക്കുകയായിരുന്നു തന്റെ ദേവന്റെ വരവിനായി. സമയമായപ്പോൾ അവളായി തന്നെ വന്നതാണ്. ബാക്കിയെല്ലാം ദുർഗയുടെ ശക്തിയാണ് അവനെ അവളിലേക്ക് എത്തിച്ചത്. എങ്കിൽ കാളി ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഈശ്വര, അങ്ങോട്ട് നോക്കൂ, നാഗമാണിക്യം. നാഗമാണിക്യം. ഈ ഒരു നാഗമാണിക്യം സൃഷ്ടിക്കപ്പെടാൻ നാം ഏറെ കാലമായി കാത്തിരിക്കുന്നു. കാളി, നാം അങ്ങയുടെ കാലിൽ പിടിക്കാം, അതിൽ സ്പർശിക്കരുത്. നമ്മോട് ക്ഷമിച്ചാലും സഹോദരി, പക്ഷേ അവിടുന്ന് പറയുന്നത് അനുസരിക്കാൻ നാം അവിടുന്ന് പ്രിയപ്പെട്ട സഹോദരനല്ലല്ലോ. മാത്രമല്ല, ഇപ്രാവശ്യമെങ്കിലും കാളി എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വന്തമാക്കട്ടെ എന്ന്. സംഭവിച്ചൂടാ. വേഗം കാളി അത് സ്വന്തമാക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമാക്കണം. ചെല്ലു, ചെന്നെടുത്താലും ആ നാഗമാണിക്യം. അവിടുന്ന് പറയുന്നത് പോലെ പ്രഭു. സ്പർശിച്ചു പോകരുതത്. നാം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കണമെന്നുണ്ടോ? അത് നമ്മുടേതാണ്, നാം സ്വന്തമാക്കേണ്ടതാണ്. ആയതിനാൽ ആരും തന്നെ അതിനടുത്തേക്ക് വന്നു പോകരുത്.
ദേവ, അവിടുന്ന് ഇങ്ങനെ നിൽക്കാതെ പോയി തടഞ്ഞാലും. കാളി, ദേവ പറഞ്ഞാലോ, നാഗമാണിക്യം നിനക്ക് സ്വന്തമാക്കാം. പക്ഷേ നാവുമായി യുദ്ധം നടത്തേണ്ടതാണ്. അതിലാര് ജയിക്കുന്നോ ആ ആൾക്ക് നാഗമാണിക്യം സ്വന്തം. എന്തു പറയുന്നു? ശരി, അവിടുന്ന് പറയുന്നത് പോലെ. ദേവ, വേണ്ട ദേവ, കാളി അവൻ നല്ലവനല്ല, അവിടുന്ന് ഉപദ്രവിക്കും. ഇല്ല ദേവി, അവനേക്കാൾ ശക്തിവാനാണ് നാം. നമ്മെ കൊണ്ട് അവന് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും. ആയതിനാൽ എന്റെ ദേവി ദുഃഖിതയാവാതിരുന്നാലും പോയി നമ്മുടെ യുദ്ധം കാണും. പക്ഷേ ദേവ, ഇതാണ് പറ്റിയ സമയം. ഭൈരവന് നേരെ അസ്ത്രമായി ചാടും. ശരി പ്രഭു. കാണുമ്പോൾ അത് കാളിൽ നിന്നും വന്നതാണെന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലായിരിക്കണം. ശരി, അവിടുന്ന് പറയുന്നത് പോലെ. ദേവ, കാളി അവിടുന്ന് എത്ര ജന്മമെടുത്താലും മനസ്സിലാക്കില്ല. നമുക്ക് ദേവനോടുള്ള പ്രണയം എന്താണെന്ന് അങ്ങ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇനിയും ജീവിക്കരുത്. അവിടുന്ന് ഇനി ഒരു പുനർജന്മം ഉണ്ടാവാനും പാടില്ല. ഇന്നത്തോടു കൂടി കാളിയായ അങ്ങ് മരണപ്പെടേണ്ടതാണ്. ദേവി, വേണ്ട, നിർത്തൂ. ഇല്ല ദേവ, ഇനി നമ്മെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇതായിരിക്കണം കാളിയുടെ അവസാനം. നിന്റെ കൈ കൊണ്ട് മരിക്കുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമുള്ളൂ ദുർഗ. കാരണം നാം സ്നേഹിക്കുന്നതും നാം ജീവിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടിയായതുകൊണ്ട് നമുക്ക് ആ കയ്യിൽ നിന്നും മരണപ്പെടാനാണ് ഏറെ ഇഷ്ടം. വീണ്ടും നമ്മെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണോ ഈ പറച്ചിലല്ല? അങ്ങനെ നിനക്ക് വിചാരിക്കാം, വിചാരിക്കാതെയും ഇരിക്കാം. നാം നമ്മുടെ അവസാന ശ്വാസം എടുക്കുമ്പോൾ നമുക്കൊന്നുറപ്പാക്കാം. ആ നാഗമണിക്കം സുരക്ഷിതമായി നിന്റെ ദേവന്റെ കൈകളിൽ എത്തിച്ചിട്ടുമുണ്ട്. നമ്മുടെ സഹോദരി ആഗ്രഹിച്ച ജീവിതം അവൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചുവെന്ന്. അവിടുന്ന് എന്താണ് ഈ പുലമ്പുന്നതെല്ലാം? നാം മരണത്തിന്റെ വക്കിലാണ്. മരിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് നാം മരണത്തിലാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ മരിക്കുവാണെങ്കിലോ നിന്റെ കൈകളിൽ കിടന്ന് മരിക്കാനാണ് നാം ഏറെ ഇഷ്ടപ്പെടുന്നത്. നീ സുഖമായി ജീവിക്കണം, നീ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണം, നമ്മെ വെറുക്കരുത്. നാം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദുർഗ, പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? കണ്ണു തുറക്കൂ ജ്യേഷ്ഠ, നമ്മോടെല്ലാം പറയൂ, എന്താണിതൊക്കെ? ജ്യേഷ്ഠ, പ്രാണം വെടിയരുത്. നമ്മുടെ കൂടെ നിന്നാലും നമ്മുടെ സത്യം പറഞ്ഞാലും ദേവ പറയൂ, എന്താ ഇതിനൊക്കെ അർത്ഥം? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവി, കഥയെല്ലാം സത്യമാണ്. പക്ഷേ യഥാർത്ഥ കഥ ഇവിടെ നിന്നല്ല ആരംഭിക്കുന്നത്. ചില കഥകളിൽ ആരും അറിയാതെ പോകുന്ന കുറച്ച് സ്വകാര്യതകളുണ്ട്, രഹസ്യങ്ങളുണ്ട്.
അവ നാം നിനക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് കാളി എന്ന നാഗം ദുഷ്ടനാണ്, ശത്രുവാണ്. നാഗരാജാവിനെയും നാഗരാണിയെയും ഒന്നിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ദേവനാഗങ്ങളുടെ അപമാനമാണ്. പക്ഷെ കാളി എന്ന നല്ലവനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും എപ്പോഴും. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ജ്യേഷ്ഠ എന്താ ചെയ്തത്? എന്തിനൊക്കെ? പറയാം ദേവി, നാം പറയാം. ഈ ചിത്രങ്ങളെല്ലാം നാം വരച്ചത് വെറുതെയായോ? നമ്മുടെ പ്രണയത്തെ നാം നമ്മുടെ സഹോദരിക്ക് വിട്ടുകൊടുക്കണോ? പാടില്ല ദേവ. ദേവ, അവിടുന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ എല്ലാവർക്കും ദുർഗയെ അങ്ങേക്കാൾ പ്രിയമാണ്. സാക്ഷാൽ മഹാദേവ പൂജ പോലും ദുർഗയാണ് ചെയ്യാറ്. എന്ന് വെച്ചാൽ ദുർഗയ്ക്ക് ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചിട്ടേ ഉള്ളൂ. എന്തിന്? അങ്ങ് വരെ ദേവിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ടും അവസാനം അങ്ങ് തീവ്രമായി ആഗ്രഹിച്ചു ഒന്ന് സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് വെച്ചാൽ നോക്ക് ദേവ, ഒരു പ്രാവശ്യം മാത്രം കണ്ട ആ ദേവന്റെ ചിത്രം അങ്ങ് 10,000 വർഷം കണ്ട പരിചയം പോലെയല്ലേ വരച്ചിരിക്കുന്നത്. എന്നിട്ടും മതി ദേവ വിട്ടുകൊടുത്തത്. ഇതെങ്കിലും അവിടുന്ന് സ്വന്തമാക്കണം. നാം സ്വന്തമാക്കും. നമ്മുടെ പ്രാണനാഥനെ നാം സ്വന്തമാക്കിയിരിക്കും. നമ്മുടെ സഹോദരി നമ്മുടെ കൈകൊണ്ട് തന്നെ ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരാരാണ്? എനിക്കും ദുർഗയ്ക്കും ഇടയിൽ ഇവർ ശത്രുത ഉണ്ടാക്കാൻ കാരണം എന്താണ്? ഇതിന്റെയുള്ള സത്യാവസ്ഥ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് ഭാവിയിൽ എനിക്കോ ദുർഗയ്ക്കോ ദോഷമായി വരും. ഒരു കാരണവശാലും നാം അതിനൊരു അവസരം കൊടുക്കാൻ പാടുള്ളതല്ല. ഈ കാര്യത്തിൽ നമ്മെ സഹായിക്കാൻ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. അദ്ദേഹത്തിനോട് പോയി സഹായം ചോദിക്കേണ്ടത് അനിവാര്യമാണ് കാളി. ദേവാ, ദേവാ, ഇത് സേവിച്ചാലോ? നാം ഉണ്ടാക്കിയതാ. ആഹാ, തന്നാലും നാം മോചിച്ചു നോക്കട്ടെ. പ്രഭു, അവിടെ നിന്നെ കാണാൻ. വേണ്ട, നമുക്കറിയാം. നാം അങ്ങോട്ട് വരുന്നതാണ്. ദേവി, പറഞ്ഞാലും ദേവാ, നാം ഇപ്പോൾ വരുന്നതാണ്. അവിടുന്ന് ഇത് ബോധിച്ചാലും. ദേവാ, അവിടുന്ന് ആരെ കാണാനാ പോകുന്നത്? ഒരു പുതിയ മിത്രത്തെ. ശരി ദേവാ, പോയിട്ട് വന്നാലും. അല്ലയോ കാളി, നമ്മുടെ പ്രിയപ്പെട്ടവളുടെ സഹോദര, അങ്ങെന്തിനാണ് തിരിച്ചു വന്നിരിക്കുന്നത്? അതും ഈ അസുരനാഗങ്ങളുടെ ലോകത്തിലേക്ക്. ദേവ, അവിടുന്നോട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞാലും. നാം ഇപ്പോൾ പറയുന്നത് തെറ്റാണെന്നറിയാം, എങ്കിലും മനസ്സിലുള്ളത് പറയാതിരിക്കാൻ വയ്യല്ലോ. അങ്ങയെ ഞാൻ പ്രണയിക്കുന്നുണ്ട് ദേവ. അങ്ങയെ നാം ആദ്യം കണ്ട ദിവസം മുതൽ അങ്ങയുടെ രൂപം എന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. പ്രകൃതിയുടെ മാത്രം ഛായാചിത്രങ്ങൾ വരച്ചിരുന്ന നാം അങ്ങയുടെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. അവയ്ക്കെല്ലാം അങ്ങയുടെ പല രൂപങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് അങ്ങയോടുള്ള പ്രണയം അത് ദുർഗ അങ്ങയെ പ്രണയിച്ചത് മുതൽ അവസാനിച്ചു. നാം അവയെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നാം ആഗ്രഹിക്കാൻ പാടില്ലാത്തതായിരിക്കാം ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നമുക്കത് സ്വന്തമാക്കാൻ കഴിയാതെ പോയത്. നാം പറഞ്ഞ് കാട് കയറിയില്ലേ? നാം ഇപ്പോൾ പറയാൻ വന്നത് ഇതൊന്നുമല്ല ദേവ. നമുക്ക് പറയാനുള്ളത് നമ്മുടെ സഹോദരിയെ പറ്റിയാണ്. ഈ കാളിയുടെ ജീവിതത്തിൽ ആദ്യ മുൻഗണന അതെപ്പോഴും ദുർഗയ്ക്കായിരിക്കും, നമ്മുടെ സഹോദരിക്ക്. അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് സഹിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ അവൾക്കെതിരെ ആരോ എന്തോ അപകടം കൊണ്ടുവരുന്നത് പോലെ നമുക്ക് തോന്നി തുടങ്ങി. എന്ന് വെച്ചാൽ അങ്ങ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ദേവ, നമ്മുടെ മുമ്പിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവരാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലായിരുന്നു. എങ്കിലും നമ്മുടെ കൂടെ നിന്ന് എല്ലാം കണ്ടുപിടിക്കാൻ അദ്ദേഹം സഹായിച്ചിരുന്നു. അവസാനമായാൽ നമുക്കും നമ്മുടെ സഹോദരിക്കുമിടയിൽ ഒരു ശത്രുത ഉണ്ടാക്കി. കാളിയുടെ ജീവനും ജീവിതവും ദുർഗയാണെന്ന് അറിയാത്തവരായതുകൊണ്ടാവാം അവർ നമ്മുടെ മുമ്പിൽ വന്നതും നമുക്കിടയിൽ ശത്രുത ഉണ്ടാക്കിയതും. കാളി, അവർ നിന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? നാം ഊഹിച്ചത് ശരിയാണെങ്കിൽ ദുർഗയും നാമും തമ്മിൽ യുദ്ധമുണ്ടാകണം. അങ്ങയെ നാമും ദുർഗയും പ്രണയിക്കുന്നുണ്ട്.
ഞങ്ങളിൽ ഒരാൾക്കേ അങ്ങയെ സ്വന്തമാക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്കറിയാം. ആയതിനാൽ ഞങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായി ഞങ്ങളിൽ ഒരാൾ ജയിക്കണം, മറ്റൊരാൾ മരണപ്പെടണം. ഞങ്ങളിൽ ഒരാളുടെ മരണം കാണാൻ അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എങ്കിലത് ദേവിയെ തന്നെയാണ്. അല്ലാത്ത പക്ഷം നിന്റെ അടുത്ത് വന്ന് അവർ കൂട്ടുകൂടേണ്ട ആവശ്യമില്ലല്ലോ. അനുവദിക്കില്ല നാം. നമ്മുടെ ദേവിയെ തൊടാൻ ഹാരെ കൊണ്ട് നാം അനുവദിക്കില്ല. ദേവ, ഇപ്പൊ വേണ്ടത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. അത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നതും. എങ്കിലേ അവർ വിചാരിക്കുന്ന പദ്ധതി അപ്പോൾ നടപ്പിലാക്കാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ യുദ്ധത്തിൽ അവർ പ്രത്യക്ഷമാവുമെന്ന് ഉറപ്പല്ലേ? എങ്കിൽ പിന്നെ അന്ന് തന്നെ അവരുടെ അന്ത്യവും നമുക്ക് നടപ്പാക്കേണ്ടതാണ്. അത് നമുക്ക് വിട്ടു തന്നാലും ദേവ, അങ്ങേക്കാൾ പക ഇപ്പോൾ നമുക്കാണ് അവരോടുള്ളത്. സഹോദര ബന്ധം എന്താണെന്ന് അറിയാത്തവർക്ക് അതെന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ അവിടുന്ന് ചെയ്താലും. ശരി ദേവ, അവിടുന്ന് പറഞ്ഞാലും. പിതാവേ, പറഞ്ഞാലും പുത്ര, ദുർഗയെ നാം കണ്ടുപിടിച്ചു. എവിടെ നിന്ന്? അത് പിതാവേ. പറഞ്ഞാലും പുത്ര. പിതാവേ, മാതാവേ, ദുർഗ അസുരലോകത്തുണ്ട്. അതെ, അസുര നാഗരാജാവ് നമ്മുടെ സഹോദരി അപായപ്പെടുത്തി. എത്ര ധൈര്യമുണ്ടായിട്ട് വേണം നമ്മുടെ പുത്രിയെ അപായപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത്? സന്ദേശം അയച്ചാലും കാളി, അസുര നാഗവും ദേവനാഗങ്ങളും ഇന്ന് യുദ്ധമുണ്ടാകണം. ശരി പിതാവേ. ഇനി ദേവൻ നമ്മുടേത് മാത്രമാണ്. ദുർഗ, നിന്റെ മരണം നമ്മുടെ കൈകൊണ്ട് തന്നെയാണ്. ഇനി ദേവദാഗങ്ങളും അസുരദാഗങ്ങളും യുദ്ധം. ഗായ, പറഞ്ഞാലും ദേവ. എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. അവിടുന്ന് പറഞ്ഞാലും. ദേവിയെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം. നാം പറയാതെ അവൾ ഇവിടേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. ശരി ദേവ. പ്രഭു, ദുർഗയെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. നാം അറിഞ്ഞിരിക്കുന്നു. നാം പറയുമ്പോൾ ദുർഗയും കൊണ്ട് നമ്മുടെ മുന്നിൽ വരണം. ആയതിനാൽ ആസുരനാഗത്തെ പിന്തുടർന്ന് പോയാലും. ശരി പ്രഭു, നാം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വരണം. കാളി തന്റെ ദേവനെ സ്വന്തമാക്കിയ ദുർഗയെ വധിക്കാൻ ശ്രമിക്കണം. അത് കണ്ട് ദുർഗ കാളിയെ വധിക്കണം. പക്ഷേ കാളിയുടെ കൈകൊണ്ട് ദേവൻ മരിച്ചു വീഴുകയും വേണം. അതിന് സോമ, നാം നിന്നെ നിയോഗിക്കുകയാണ്. അതോടെ നമ്മുടെ മുന്നിലുള്ള 2 കടമകൾ നാം മറികടക്കുന്നതാണ്. പിന്നെ ദുർഗ നമുക്ക് സ്വന്തം. അല്ലയോ അസുരനാഗ് രാജാവ് ഭൈരവ, നമ്മുടെ പുത്രെ നമുക്ക് വിട്ടു തന്നാലും അതായിരിക്കും അങ്ങേക്കും അങ്ങയുടെ സാമ്രാജ്യത്തിനും നല്ലത്. അല്ലാത്ത പക്ഷം അവിടെ നിന്ന് പലതും നഷ്ടമാക്കും. അയ്യോ, ദേവനാഗക്കുള്ള നാഗരാജാവ് നമ്മെ ഭയപ്പെടുത്താതിരുന്നാലും. അവിടുന്ന് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സാമ്രാജ്യത്താണെന്നുള്ള ബോധം അങ്ങേക്ക് വേണം പ്രഭു. അല്ലെങ്കിൽ നഷ്ടം അവിടുന്ന് തന്നെ. പിതാവേ, ഇത് നാം നോക്കിക്കൊള്ളാം. നമ്മുടെ സഹോദരിയെ സ്വന്തമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടുന്ന് ഭയപ്പെടേണ്ടതില്ല. മടങ്ങിപ്പോകുമ്പോൾ ദുർഗ സുരക്ഷിതയായിരിക്കും. പുത്ര, അവിടുന്ന് ഈ അവസരം നമുക്ക് തന്നാലും. ശരി പുത്ര, ചെന്നാലും വിജയിച്ചു വന്നാലും. വിജയ് ഭവ. യുദ്ധം തുടങ്ങിയാലോ ദേവ? തുടങ്ങാമല്ലോ. ഈ ഒരു നിമിഷത്തിനല്ലേ നാം ഇരുവരും കാത്തിരുന്നത്. ഒരു കാര്യം കൂടി ദേവ, യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ ഇരു കൂട്ടർക്കും അപകടം വരാത്ത രീതിയിലായിരിക്കണം യുദ്ധം. എന്ന് വെച്ചാൽ ഇവിടെ തന്നെ യുദ്ധം വേണമെന്നില്ല. അവിടുന്ന് പറഞ്ഞാലും എവിടെ വേണമെങ്കിലും നാം വന്ന് അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാം. ശരി, എങ്കിൽ നമ്മെ പിന്തുടർന്ന് വന്നാലോ? യുദ്ധം അസുര ലോകത്ത് തന്നെ നടക്കേണ്ടതാണ്. സ്കന്ദ, അവളെയും കൊണ്ട് വന്നാലോ? ശരി പ്രഭു. ദേവ, കാളി വിചാരിച്ചതുപോലെ നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ടിരിക്കുന്നു. അതെ, പ്രത്യക്ഷമായാലും ഗജാസുര വന്നാലും ഇനി നിനക്ക് രക്ഷയില്ല.
അപ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്ന് അവിടുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? നാം മറന്നുപോയി അങ്ങ് സാക്ഷാൽ കൈലാസനാഥനാണെന്ന്. അല്ലയോ ഗജാസുര, നീ നമ്മെ കുറിച്ച് എന്താണ് കരുതിയത്? നിന്റെ ഒരു വാക്കിൽ നാം നമ്മുടെ സഹോദരെ തള്ളി പറയുമെന്നോ? നമുക്ക് അവിടെയാണ് തെറ്റുപറ്റിയത് അല്ലേ? അതെ. എന്തിനാണ് നമുക്കിരുവർക്കും ഇടയിൽ നീ ശത്രുത ഉണ്ടാക്കിയത്? ഈ നിൽക്കുന്ന സാക്ഷാൽ ഭൈരവനെ കൊല്ലാൻ. നിന്റെ ലക്ഷ്യം അപ്പോൾ ദുർഗയല്ലേ? ദുർഗയോ? അവൾ നമ്മുടെ പത്നിയാവാൻ പോകുന്നവളാണ്. അവളെ നാം എന്തിനു വധിക്കണം? നീ എന്താണ് പറയുന്നത്? അല്ലയോ മഹാദേവ, അവിടെ നിന്റെ പത്നിയായ സാക്ഷാൽ പാർവതി ദേവിയെ നമുക്ക് ജീവന് തുല്യം ഇഷ്ടമായിരുന്നു. അവളുടെ സൗന്ദര്യത്തിലും അവളുടെ ആകാരവടിവിലും നാം വീണു പോയിരുന്നു. എന്നാൽ അങ്ങ് അവളെ സ്വന്തമാക്കിയതോടെ നമുക്ക് അവളെ സ്വന്തമാക്കാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് ശേഷാങ്ങോട് വരമായി പാർവതിയെ കുഞ്ഞായി ചോദിച്ചപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ആഗ്രഹം സഫലമാവുന്നത് പോലെയാണ് തോന്നിയത്. ഈ ജന്മം അത് ദുർഗ നമ്മുടെ ആവേണ്ടതാണ്. മറ്റാർക്കും അവളെ നാം വിട്ടുകൊടുക്കുന്നതല്ല. നീ ശ്രമിച്ചു നോക്ക് ഗജാസുര. സ്വന്തമാകുന്നത് നീയാണോ നാമാണോ എന്നറിയാമല്ലോ. നീ അവളുടെ ജ്യേഷ്ഠനെ മറികടന്നു വന്നാലും അവനെ മറികടന്നാൽ നിനക്ക് നമ്മുടെ ദേവിയെ സ്വന്തമാക്കാം. കാളി, ചെന്നാലും നിന്റെ ശക്തി എന്താണെന്ന് അവനെ കാണിച്ചു കൊടുത്താലും അവിടുന്ന് പറയുന്നത് പോലെ ദേവ. രുദ്രകാളി, ഭദ്രകാളി, ആങ്കാരകാളി, ഉഗ്രകാളി, വക്രകാളി, സാമുണ്ടികാളി, വീരകാളി, സൂരകാളി, ഉജ്ജയിനി കാളി, മായകാളി, മാകാളി, മല്ലികാപുരകാളി, തുളസകാളി, കോരകാളി, കരിങ്കാളി, കാവകാളി, വറകാളി, വെക്കാളി, വാ 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 വാ. பறையடிக்க பல்வினை தொடி தொடிக்க பத்து வைத்த சுட்டக்காளி பொங்கி பொங்கி வாராடா. അല്ലയോ സോമ, അത് അവരുടെ യുദ്ധമല്ലേ? നീ നാമുമായി യുദ്ധം ചെയ്താലും. അല്ലയോ ദേവി, അവിടുന്ന് ജ്യേഷ്ഠനും ദേവനാഥങ്ങളും അസുരലോകത്ത് യുദ്ധമുണ്ടാക്കുന്നു. അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? സത്യമാണ് ദേവി. കാളിദേവന് അവിടുന്ന് ദേവനെ ഇഷ്ടമാണ്. പ്രണയം. അവിടുന്ന് ദേവനെ തട്ടിയെടുത്തതിനാൽ അവിടുന്ന് കൊല്ലാൻ തുനിഞ്ഞു വന്നിരിക്കുകയാണ് കാളി. എന്നാൽ ദേവൻ കാളിയെ തടഞ്ഞു. ഇപ്പോൾ ഇരുവരും യുദ്ധത്തിലാണ്. എന്റെ മഹാദേവ, നാം എന്താണ് ഈ കേൾക്കുന്നത്? നമ്മുടെ സഹോദരൻ അങ്ങനെയൊന്നും ചെയ്യില്ല. വിശ്വാസം വന്നില്ലെങ്കിൽ നമ്മെ പിന്തുടർന്ന് വന്നാലും ദേവി. ശരി. പ്രഭു, ദുർഗ എത്തിയിരിക്കുന്നു. യുദ്ധത്തിന്റെ കളി മാറ്റിയാലോ? ജ്യേഷ്ഠ, ദുർഗ. സോമ, ദുർഗയ്ക്ക് നേരെ അസ്ത്രം അയച്ചാലും പ്രഭു ചെയ്താലും. ഇല്ല, നാം അത് അനുവദിക്കില്ല. സ്കന്ദ, മറ്റൊരസ്ത്രം കാളിയുടെ അസ്ത്രത്തിനൊപ്പം വിട്ടാലും. ദുർഗയെ കൊണ്ട് അത് ഏറ്റുവാങ്ങാൻ സാധ്യമല്ല. നാം എന്തെങ്കിലും ചെയ്തിരിക്കണം. ദേവി, കണ്ണു തുറക്കു ദേവ. ദേവ,
ഇല്ല ഇല്ല ദേവ, കണ്ണു തോർക്ക്. ജ്യേഷ്ഠ, ഈ ഭൂമിയിൽ ഈ ദുർഗ വിശ്വസിച്ചത് സ്നേഹിച്ചത് അവിടെ നിന്നെയാണ്. പക്ഷെ അവിടുന്ന് നമ്മോട് ഇങ്ങനൊരു വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് നാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്ത് തെറ്റാ നാം അവിടെ നിന്നോട് ചെയ്തത്? നമ്മുടെ പ്രിയപ്പെട്ടവനെ പ്രണയിച്ചതിന്റെ പേരിലോ, അതോ നാം അങ്ങ് പ്രണയിച്ചവനെ സ്വന്തമാക്കിയതിന്റെ പേരിലോ? അവിടുന്ന് നമ്മുടെ സ്വാമിയെ പ്രണയിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നാം തന്നെ വഴിമാറി തരില്ലായിരുന്നു. നമ്മെ കൊല്ലാൻ അവിടുന്ന് അത്രയും നമ്മുടെ വെറുപ്പും ദേഷ്യവും ഉണ്ടോ? ദുർഗ, നാം വേണ്ട, നമുക്കൊന്നും കേൾക്കേണ്ടതില്ല കാളി. നാം മരിക്കേണ്ടതിന് പകരം നമ്മുടെ ദേവൻ ആ മരണം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ മരണത്തിന് കാരണക്കാരനായത് നീയാണെങ്കിൽ നിന്റെ മരണം അതിനി ദുർഗയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. ദുർഗ, നീ നമ്മെ കൊണ്ട് ദേവി ദേവി നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നെ കൊല്ലാൻ നോക്കിയത് ഈ കാളി തന്നെയാ. പാവം ഞങ്ങളുടെ ദേവൻ, അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ നിന്നെ വേണ്ടി നൽകിയിട്ടുണ്ട്. കാളി ഇല്ലാതാക്ക് ദേവി, ഇവിടെ നിന്ന് ഇല്ലാതാക്ക്. ഗജാസുര, ദുർഗ, ഞാൻ നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ സ്വാമിയില്ലാത്ത ഈ ലോകത്ത് നാം ഇനി എന്തിനു ജീവിച്ചിരിക്കണം? നമുക്കും വേണ്ട ജീവിതം. ഹരിത ദുർഗ. ജ്യേഷ്ഠ മഹാവിഷ്ണു. ദുർഗ, അവിടുന്ന് കരയാതിരുന്നാലും അവിടുന്നിന്റെ പരീക്ഷണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങ് എന്താ പറയുന്നത്? ഇനിയും നിന്റെ സാക്ഷാൽ മഹാദേവൻ പുനർജന്മം എടുക്കും. ഈ ജന്മം സഫലമാവാത്ത സ്ഥിതിക്ക് മറ്റൊരു ജന്മം എടുക്കും. നീ കാത്തിരിക്കണം നിന്റെ ദേവന്റെ പുനർജന്മത്തിനായി. മാത്രമല്ല, നാഗങ്ങളുടെ രാജാക്കന്മാർ നഷ്ടമായ സ്ഥിതിക്ക് അവിടുന്ന് നാഗറാണിയായി കിരീടം ധരിക്കേണ്ടതായി വരും. പക്ഷെ ജ്യേഷ്ഠ, നാം എല്ലാ പരീക്ഷണങ്ങളും അവിടുന്ന് സ്വാമിയെ സ്വന്തമാക്കാനാണ്. ആയതിനാൽ അവിടുന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. സഹോദര സ്നേഹം എത്ര ആത്മാർത്ഥമാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് കാളിനി. നിന്റെ സ്നേഹം ദുർഗ അറിയാതെ പോയിരിക്കുന്നു. മറ്റൊരു ജന്മം നീയും എടുക്കും. ആ ജന്മത്തിൽ നിന്റെ ലക്ഷ്യം ദുർഗയെ സംരക്ഷിക്കുക മാത്രമാണ്. നീ അവളുടെ നിഴലായിരിക്കണം. ആ ജന്മത്തിൽ ദുർഗ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കും. പിന്നെ ഗജാസുര, നീ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അത് നീ അനുഭവിക്കണം. അവരുടെ ഒപ്പം നീയും ജന്മമെടുക്കണം. അതുവരെ നീ വെറും ഒരു ശീലയായി ജീവിച്ചു തീർക്കേണ്ടതുണ്ട്. അത് തികച്ചും ഒരു തെറ്റിദ്ധാരണയായിരുന്നു ദേവി. അവിടുന്ന് നേരെ വന്ന അസ്ത്രം തടയാനായിരുന്നു കാളി ശ്രമിച്ചത്. എന്നാൽ അതേസമയം സോമയുടെ അസ്ത്രം അവിടുന്ന് നേരെ വന്നിരുന്നു. അത് തടയാൻ നാം നോക്കിയത്. അതായിരുന്നു നമ്മുടെ മരണത്തിന് കാരണമായത്. പക്ഷേ വിധി. അല്ല ദേവ, ഇതൊന്നും വിധിയല്ല. ഇതെല്ലാം നാം കാരണമാണ്. നമ്മുടെ എടുത്തുചാട്ടമാണ് നമ്മുടെ സഹോദരന്റെ വിയോഗത്തിന് കാരണം. ഇപ്പോൾ പോലും നാം അതേ തെറ്റ് തന്നെയല്ലേ ചെയ്തത്? നമ്മുടെ സഹോദരൻ നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് അതേ അളവിൽ അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. വളരെ മോശപ്പെട്ട സഹോദരിയാണ് നാം. അല്ല ദേവി, അങ്ങനെ പറയരുത്. നിന്റെ സ്ഥാനത്ത് നാമോ കാളിയോ ആണെങ്കിലും ഇത് തന്നെ ചെയ്യൂ. ഇപ്പോൾ നീ ഇതോർത്ത് ദുഃഖിക്കല്ല വേണ്ടത്. അതിന് കാരണമായവനെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. നാം ഇനി ഒന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വേണ്ട, ഇത് നമ്മുടെ സഹോദരന് വേണ്ടി. ദേവി, അവിടുന്ന് നാം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ടാണ് നീ എന്നെ സ്നേഹിച്ചിരുന്നതെങ്കിൽ നീ ഒരിക്കലും നമ്മെ വേദനിപ്പിക്കില്ലായിരുന്നു. നാം ജീവനത്തിലെ സ്നേഹിച്ച നമ്മുടെ സഹോദരനെയും നമ്മെയും നീ അകറ്റില്ലായിരുന്നു. നമ്മുടെ സഹോദരൻ അനുഭവിച്ച വേദന നാം നിന്നോട് ഇഞ്ചിഞ്ചായി പകരം വീട്ടു. നാഗങ്ങളുടെ റാണി ദുർഗയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇനി നീ കാണാൻ പോകുന്നത് സാക്ഷാൽ ദുർഗാ കാളിയെയാണ്. മണിശീലേ
ಗಿಲ 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 ಗಿಲಗಿನಾಗೆ ಗಿಲ 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 ಮಣಿಶೀಲೆ ಮಣಿನಾಗೆ ಗಿಲ ಗಿಲಗೆ ಗರಿನಾಗೆ ಗಿಲ ಗಿಲಗೆ ಪಾದಾಳ ಮಣಿನಾಗೆ ಗರಿನಾಗೆ ಗಿಲ ಗಿಲಗೆ ಗಿಲ 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 ಗಿಲಗಿನಾಗೆ ಗಿಲ 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 ಮಣಿಶೀಲೆ ಗಿಲ ಗಿಲ ಗಂಡ ಗಿಲ ಗಿಲ ಗಂಡ ಗಿಲಗಿನಾಗೆ ಗಿಲ ಗಿಲ ಗಂಡ ಗಿಲ ಗಿಲ ഗണ്ട മണിശീലേ. കാളിയപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. അതെ, എനിക്ക് കാളിയോട് സോറി പറയണം. കാളിയെ ഞാൻ ഹേറ്റ് ചെയ്തതിന്. തിരുമേനി അറിയാം, ഇനി അത് മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ. കാളിദേവന്റെ ഒരു വിഗ്രഹവും നിത്യപൂജയും പാരമ്പര്യമായി നാം എല്ലാം പറഞ്ഞു വന്ന തെറ്റുകൾക്കും വെറുപ്പുകൾക്കും പ്രായശ്ചിത്തം നമുക്കിത് മാത്രമേ ചെയ്യാൻ കഴിയൂ. ശരി തിരുമേനി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കിച്ചുവേട്ടാ? ചോദിക്കേ. ആ ഹരിയുടെ പാരൻസിനെ പറ്റി. ഹരി ഓർഫനാണ്. മനുവിൻ്റെ അങ്കിളിന് കുട്ടിയില്ലാത്തത് കൊണ്ട് അഡോപ്റ്റ് ചെയ്തതാണ് അവനെ. ഓ. ഹലോ ഗൈസ്, ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോയാണ്. നിങ്ങൾ കഴിയോ ഗൈസ്, നമ്മുടെ ചാനലിൽ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുകയാണ്. ആൻഡ് ഒന്ന് ഗൈസ്, നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അത് ഞങ്ങളുടെ കല്യാണം. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല. ഞാനല്ലേ ഇവിടെ വീഡിയോ എടുക്കുന്നത്, ഞാൻ മാത്രം സംസാരിച്ചാൽ മതി. ഞങ്ങൾ ആരൊക്കെ കല്യാണം കഴിക്കണമെന്ന് കാണിച്ചു തരാമല്ലോ. നോക്കൂ, ഇതാണ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളൊന്നും കൂടി നോക്കിക്കോളൂ. ഇത് വരുൺ. ഹായ് പറയൂ. ഹായ്. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളില്ലാത്ത സമയത്ത് അവർ അഡോപ്റ്റ് ചെയ്ത ഡോങ്കി ഫേസുള്ള ഞങ്ങളുടെ ബ്രദറിനെയാണ്. ജിതിൻ. ഡോങ്കി ഫേസ് നിന്റെ മറ്റവനടി ഹളിയാ. സോറിയുടെ മോനെ, നിന്റെ പെണ്ണിനെ നീ തന്നെ പിടിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ അവളെ തല്ലിക്കൊല്ലാം. കല്യാണത്തിന് പെണ്ണില്ലെന്ന് പറഞ്ഞ് നീ എന്നോട് ചൊറിയാൻ വരരുത്. ഓ എന്റെ ചോദ്യമോളെ മതി, നീ അടുത്ത ആളിലേക്ക് പോ. ഓക്കെ. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ആ ഡോങ്കി ഫേസ് ഉള്ള ബ്രദർ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് നാത്തുവിൻ്റെ അടുത്തേക്കാണ്. എൻ്റെ ഫേവറേറ്റ് നാത്തു ചാരു നാത്തു. ഹലോ, സോ സ്വീറ്റ്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ അതേ ഫേസ് കാട്ടുള്ള എൻ്റെ ട്വിൻ സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ്. മൈ വൺ ആൻഡ് ഓൺലി ജാനു. ആൻഡ് ജാനു കെട്ടാൻ പോകുന്ന അവൾ സ്വന്തം കിച്ചേട്ടൻ. ഹായ് ജ്യോതി ഫാൻസ്. ഹായ്. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നാഗരാജാവിൻ്റെ നാഗറാണിയുടെ അടുത്തേക്കാണ്. ഷട ഈ പെണ്ണ് സമ്മതിക്കില്ലല്ലോ. എടി ഞങ്ങളെ മനുഷ്യനായിട്ട് കാണണടി. സോറി മനു, എല്ലാവരും നിങ്ങളെ നാഗരാജാവും നാഗറാണി എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെയാ. സോ ഹായ് പറയൂ. ഹായ്. ശ്രീകുട്ടി, യു ഓൾസോ. ഹായ്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പോയി കല്യാണം കഴിച്ചിട്ട് വരാം. ബൈ. ഈശ്വര, കല്യാണ വേഷത്തിൽ നിന്നിട്ട് പോലും അതിനൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വയ്യ. ഇതിനവരുണ എങ്ങനെ സഹിക്കുന്ന ഓർത്തിട്ട് എനിക്ക് പേടി. അവൻ്റെ ഒരു വിധി. कदमों से आगे कदमों से आगे कदमों से आगे आँखों पे मोहब्बत लिख दे, सांसों पे मोहब्बत लिख दे, होठों पे मोहब्बत लिख दे, कहता है दिल दीवाना. उंगली पकड़ के तूने चलना सिखाया था ना, दहलीज ऊंची है. ഹായ് ഗൈസ്, ഇനി ജ്യോതിയുടെ വക എല്ലാവർക്കും ഒരു അടിപൊളി പാട്ടായാലോ? യു അഗൈൻ. പോടാ പട്ടി. ഞാനിത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ജ്യോതിക്ക് വേണ്ടി ഷെയർ ചെയ്യൂ വേഗം. പിടയുന്നു രണ്ടു
കിനാവു തന്ന കൺമണി നീലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നിന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊന്തിരി മാനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം അടുത്തു വന്നിടാം കൂജിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എൻ്റെ നെഞ്ചാകെ നീയല്ലേ വരൻ എൻ്റെ ഉന്മാദ നീയല്ലേ വരൻ നിന്നെ അറിയാൻ ഉള്ളിൽ നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും ഒഴുപ്പുയായി. I loved it, baby. I know. എന്താ കിച്ചേട്ട ഇങ്ങനെ നോക്കുന്നേ? അതെ ജാനു, എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീയാ. നിന്നിങ്ങനെ കിട്ടിയപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. അധികം നേരം ഇങ്ങനെ നോക്കിയിരിക്കലേ, ആ പാലാറും വേഗം കുടിച്ചിട്ട് കിടക്കാൻ നോക്കാം. കിടക്കാനോ? അപ്പോൾ വേറെ ഒന്നുമില്ലേ? കിച്ചേട്ടാ, എടി എല്ലാവർക്കും ഒന്ന് ഫസ്റ്റ് നൈറ്റാ, അപ്പൊ നമുക്കും വേണ്ടേ? ഇങ്ങോട്ട് വന്നേ നീ. ഈശ്വര, മനുഷ്യ പതുക്കെ. ഫൈനലി ബേബി, 5 വർഷം പുറകെ നടന്നിട്ട് ആഗ്രഹിച്ച സാധനം കയ്യെ കിട്ടുമ്പോഴുണ്ടല്ലോ, അതിന്റെ സന്തോഷം ഒന്നും പറയാൻ പറ്റില്ല മോളെ. ഇപ്പൊ എനിക്ക് അതിന്റെ ലെവലിൽ നിൽക്കാം. എന്ത് മീട്ടു? 4 വർഷം ഞാൻ എന്റെ പുറകെ നടന്നു, 1 വർഷം നീ എന്റെ പുറകെ. അങ്ങനെ നോക്കുമ്പോ ഞാൻ തന്നെ നമ്മുടെ ഇതൊരു സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇപ്പൊ എന്തിനാ നോക്കുന്നേ? എങ്ങനെ നടന്നാലും നിങ്ങളിപ്പോ എന്റേതായില്ലേ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് ഞാനല്ലേ? അതെങ്ങനെ? നിങ്ങളുടെ കൊച്ചുങ്ങളെ പ്രസവിക്കണം, നിങ്ങളെ നോക്കണം, അവരെ നോക്കണം, അവരെ കല്യാണം കഴിപ്പിച്ചു വിടണം, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി. ഓ അങ്ങനെ. എന്നാ പിന്നെ വാ, ഇപ്പൊ തന്നെ നമുക്കൊരു കൊച്ചിനെ അടക്കാം. അയ്യേ മനുഷ്യ, എപ്പോ വളർന്ന് എന്താ ചെയ്യുന്നു? ഞാൻ വന്ന മോളെ. ദേവി, അങ്ങനെ ഒരുപാട് കാലത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു അല്ലേ? ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങൾ മാത്രമല്ല, കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ദേവിക്ക് ഇപ്പോൾ ഒരു വാക്ക് തരികയാണ്. ഇനി ഒരിക്കലും ഒരു പരീക്ഷണങ്ങളും നിനക്ക് നേരിടേണ്ടി വരില്ല. നിന്റെ കൂടെ ഈ ദേവനുള്ളിടത്തോളം കാലം നിനക്കൊന്നും ഒറ്റയ്ക്ക് നേരിടേണ്ടി വരില്ല. നിന്റെ കൂടെ എപ്പോഴും നാം ഉണ്ടാവും. നമുക്കത് മാത്രം കേട്ടാൽ മതി ദേവ. പക്ഷേ ഒരു വിഷമം, അതിപ്പോഴുള്ളിൽ നിന്ന് മാറുന്നില്ല. ഇനിയും നമുക്കൊരു പുനർജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തും ഈ കാളിയെ തന്നെ നമ്മുടെ സഹോദരനായി നമുക്ക് വേണം. അന്ന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹം മുഴുവനും നമുക്ക് കൊടുക്കണം. ആ സ്നേഹത്തെ നമുക്ക് മുഴുവനായി അനുഭവിക്കുകയും വേണം. അശ്രു പൊഴിക്കാതിരുന്നാലും ദുർഗ, കാളി ഇതൊരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നതല്ല. അവന് നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണിൽ വീഴുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ അതെല്ലാം ഉപേക്ഷിക്കൂ. എപ്പോഴെങ്കിലും ഒരു പുനർജന്മം ഉണ്ടാകുമ്പോൾ നീ വിചാരിച്ചതുപോലെ തന്നെ നിന്റെ ആഗ്രഹം സഫലമാവട്ടെ. എന്റെ ഡ്രസ് എന്തേ? എനിക്ക് അറിഞ്ഞൂടാ. എന്താണ്? എനിക്കറിയില്ല, നിങ്ങളുടെ പെങ്ങളല്ലോ ഒച്ചുണ്ടാക്കുന്നത്. എന്താ ഇവിടെ പ്രശ്നം? എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ തന്നെ അവളോട് ചോദിച്ചു നോക്ക്. ജ്യോതി മോളെ, എന്താ പ്രശ്നം? അവൻ മോളെ എന്തെങ്കിലും ചെയ്തോ? എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. എന്താ? അല്ല, നീ ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻട്രോ കൊടുത്തതാ.
ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് ചെയ്യണം എന്തിന്? അല്ല, എൻ്റെ ഫാൻസ് പറഞ്ഞു ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആരും ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ എന്നോട് കൊടുക്കാൻ പറഞ്ഞു. ഓ, ഇങ്ങനൊരു സാധനം. അളിയ കൂടുകൈ നീയായിട്ട് വരുത്തി വെച്ചതാ, അനുഭവിച്ചോ. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ഫസ്റ്റ് നൈറ്റ് പോലെ ഇങ്ങനെ ഞാനിപ്പോൾ വേറെ വല്ല സ്റ്റാർ ആവൂട്ടോ. സാരില്ലട മോനെ, അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നമുണ്ടാവും, പിന്നെ നീ പൊരുത്തപ്പെട്ട് പൊക്കോളും ഞങ്ങളെ പോലെ. അമ്മ അച്ഛ വി ആർ റിയലി സോറിഡ മോനെ. ആദീരി കുന്നത്തെ രക്ഷകരായുള്ള നാഗങ്ങളെ ദേവനാഗങ്ങളെ. ആദീരി കുന്നത്തെ രക്ഷകരായുള്ള നാഗങ്ങളെ ഡാ, ആ 100 പാലിന്റെ ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിച്ചേക്ക് കേട്ടോ. ആടാ മനു, ഡാ മനു. എന്തണ്ടാ? എടാ ശ്രീകുട്ടിക്ക് പ്രസവ വേദന തുടങ്ങിയടാ, ഭയങ്കര ഒച്ചമേള. നീ ഒന്ന് വേഗം വന്നേ. പ്രസവ വേദന? നീ എന്തീ പറയുന്നത്? അതിന് അവളുടെ ഡേറ്റ് ആയിട്ടില്ലല്ലോ. അതെനിക്കറിയില്ല, നീ ഒന്ന് വേഗം വാ. ആ, ഞാൻ ദാ വരുന്നു. മോനെ മനു, ഞാൻ ഇപ്പൊ വണ്ടി എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മനു, മുത്തശ്ശി. ഹോസ്പിറ്റലിൽ വേണ്ട, വയറ്റാട്ടിനെ കൊണ്ടുപോവാ. മുത്തശ്ശി. അത് മതി, അതേ നടക്കൂ. ആ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എടാ വേണ്ട, ഞങ്ങൾ പോയി കൊണ്ടുവരാം, നീ അവളുടെ കൂടെ നിൽക്ക്. ആ ശരി. ദേവി. മനേട്ടാ, എനിക്ക് പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്. മോളെ കരയാതിരിക്കെ, കുറച്ചു നേരത്തേക്കല്ലേ. ഇതെന്താ ഇത്ര പെട്ടെന്ന് വന്നത്? എനിക്കറിയത്തില്ല, പെട്ടെന്നൊരു വലിയ വേദന വന്നു, സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വരും വയറ്റാട്ടി. കുഞ്ഞെ, ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. ആ വല്യമ്മേ. പേടിക്കണ്ട, സ്ട്രോങ് ആയിട്ടിരിക്കെ, നിന്നെ കൊണ്ട് ഇത് സാധിക്കും. ആ മനേട്ടാ. കുഞ്ഞെ എന്നാ എടുക്കൂ. ഞാൻ വേണം. ഇത്രയും നാള് അമ്മയുടെ ചൂട് പറ്റിയല്ലേ അവൻ കിടന്നത്, ഇനി അച്ഛൻ്റെ ചൂട് വേണം. മനേട്ടാ, അവൻ എന്ത് പേരിടാൻ പോന്നേ? കാളി. എന്ത് പേരാ അവന് നൽകുന്നേ? ഭൈരവൻ. ഇനി ഇത് ഇവരുടെ ജന്മമാണ്. ദേവനുമായി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കാളിയുടെ ജീവിതം ഇനി സാക്ഷാൽ ഭൈരവന് സ്വന്തം.
ಗಿಲ 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 ಗಿಲಗು ನಾಗೆ ಗಿಲ 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 ಮಣಿಶೀಲೆ ಗಿಲ 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 ಗಿಲಗು ನಾಗೆ ಗಿಲ 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 ಮಣಿಶೀಲೆ ಮಣಿನಾಗೆ ಗಿಲ ಗಿಲಗು ಗರಿನಾಗೆ ಗಿಲ ಗಿಲಗು ಪಾದಾಳ ಮಣಿನಾಗೆ ಗರಿನಾಗೆ ಗಿಲ ಗಿಲಗು ಗಿಲ 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 ಗಿಲಗು ನಾಗೆ